ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ മോളെ ഉറക്കിയിട്ടാണ് ഉച്ചക്കത്തെ പരിപാടി നോക്കാറുള്ളത്. പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല, ഞാൻ അവളെ ഉറക്കി അടുക്കളയിലേക്ക് വരുമ്പോഴത്തേക്ക് തന്നെ അവൾ എണീറ്റ് എൻ്റെ കൂടെ വന്നു. ഇങ്ങനെ ഉറക്കം ശരിയാതെ എണീറ്റുള്ള അവസ്ഥ അറിയാലോ, നല്ല വാശിയായിരിക്കും. ആരെടുത്താലും ആരുടെ കൂടെയും പോവില്ല. എൻ്റെ കൂട്ടത്തിൽ നിന്ന് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ സ്ലാബിന്റെ മുകളിൽ ഇരുത്തിയിട്ടാണ് ബാക്കി പണികൾ നോക്കിയത്. ഇത്ര പൊക്കത്തിലൊന്നും മക്കളെ ഇരുത്തുന്നത് സേഫ് അല്ലാന്നറിയാം, പക്ഷെ ഞാൻ അവളുടെ അടുത്ത് തന്നെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഇരുത്തിയത്. മാത്രമല്ല അവൾക്ക് ഇങ്ങനെ ഇരുന്നിടത്തുനിന്ന് എണീറ്റ് പോകുന്ന ദുശീലങ്ങളൊന്നുമില്ല. ഇരുന്നിടത്തിലാണ്. ഭയങ്കര പേടിയാണ് പൊക്കുള്ള സാധനങ്ങളൊക്കെ. ഞാൻ ഇനി എന്തൊക്കെ പറഞ്ഞ് വിളിപ്പിക്കാൻ നോക്കിയാലും എൻ്റെ വീട്ടുകാർ മാത്രം മതി എന്നെ പൊങ്കാലിടാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരോട് പറയാണ്, ഇത്തവണത്തേക്ക് അങ്ങ് ക്ഷമിച്ചേക്ക്, ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കൂല. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അങ്ങനെ മോൾ അവിടുന്ന് കളിക്കുന്ന സമയം കൊണ്ട് ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കി മീൻ പൊരിക്കാൻ ഇട്ടിട്ട് വരുമ്പോഴത്തേക്ക് തന്നെ കുടിക്കാൻ കൊടുത്ത കഞ്ഞി കൊണ്ട് അവളവിടെ ഒരു കുളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി അടുക്കളൊക്കെ ഒന്ന് അടിച്ച് വരുമ്പോഴത്തേക്ക് തന്നെ അവളുടെ മൂടൊക്കെ ശരിയായിട്ട് കളിക്കാൻ പോയി. ആ സമയം കൊണ്ട് തന്നെ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് പോയിട്ട് കൊറിയർ വാങ്ങിയിട്ട് അൺബോക്സ് ചെയ്ത് നോക്കി. കുറെ ആൾക്കാരുടെ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ചിരവ വാങ്ങിയതെങ്കിലും ഭയങ്കര യൂസ്ഫുൾ ആണ്. നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്ത് വെക്കുന്ന ഒരു ചിരവയാണെങ്കിൽ അതിന്റെ ചുറ്റും പെട്ടെന്ന് വൃത്തികേടാവും. പക്ഷെ ഇതിനിപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ആവശ്യമുള്ള സമയത്ത് ഇങ്ങനെ സ്ലേവിനോട് ചേർത്ത് വെച്ച് തേങ്ങ ചിരകി എടുത്തിട്ട് പിന്നെ വൃത്തിയാക്കി വീണ്ടും ഒരു കബോർഡിനകത്ത് അടുക്കി ഒതുക്കി വെക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം കൊണ്ട് ഏട്ട ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കറി അമ്മ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തലേ ദിവസത്തെ രസമുണ്ട്, പപ്പടമുണ്ട്, അച്ചാറുണ്ട്, ഞാൻ ഉണ്ടാക്കിയ മീനും തോരനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കൂട്ടി ഏട്ട ഫുഡ് കഴിച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ.